വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മീ ദിഷ്ണ. മക്കളെ, അടിപൊളിയായിട്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ചാപ്റ്റേഴ്സുള്ള എല്ലാ കോൺസെപ്റ്റുകളും അതേപോലെ തന്നെ കിടക്കാച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു, ലൈവിൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. കോൺസെപ്റ്റ് ഒക്കെ സെറ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ആണ്, എനിക്കറിയാം. എന്നിരുന്നാലും തമ്മിൽ കണ്ടതുപോലെ മക്കളെല്ലാവരും കാത്തിരിക്കുന്നത് ബോർഡ് എക്സാമിനെ വലച്ചിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് കാണാനാണ് അല്ലേ. ബോർഡ് എക്സാം എന്ന് പറയുന്ന സമയത്ത് കോംപ്ലക്സ് നമ്പേഴ്സ് ചാപ്റ്റർ അത്ര ആരും എന്ത് ചെയ്യാറില്ല, സീരിയസ് ആയിട്ട് കാണാറില്ല. പക്ഷേ നല്ല കിടക്കാച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു മക്കളെ കഴിഞ്ഞ 2024 ബോർഡ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചത് ടാസ്ക് മാത്രമായിരിക്കില്ല മക്കളെ, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. സോ മിസ് പറയുന്ന ഓരോ ക്വസ്റ്റ്യനും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വീഡിയോ ത്രൂ ഔട്ട് ആയിട്ട് ഒരുമിച്ച് കാണുന്നു. സോ 0 to Hero എന്ന് പറയുന്ന സീരീസ് അല്ല ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബോർഡ് എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ കണ്ടിരിക്കും എക്സ്പ്രസ് 1 - i all raised to 6 ആണ് കേട്ടോ. നമ്മുടെ NCERT ബുക്കിൽ പോലും raised to 4 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എക്സാമിന് വന്നത് ഏതാണ്, 1 - i all raised to 6 ആണ്. ഇൻ x plus iy ഫോം ആണ്. x plus iy എന്ന് തന്നാലും a plus ib തന്നാലും നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. രണ്ടും സെയിം മീനിങ് ആണ്. ദേ ആർ മീനിങ്, അതായത് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫോമിലേക്ക് കാണണം, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ലേ. നമുക്ക് 2024 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ വന്നിരിക്കുന്നത് ഫ്രം കോംപ്ലക്സ് നമ്പേഴ്സ് ചാപ്റ്റർ. അപ്പൊ ഇത് കാണുമ്പോഴേ ഇത് കോംപ്ലക്സ് നമ്പേഴ്സിൽ വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് A പാർട്ട് ആയിരുന്നു, B പാർട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് എന്തായി, കിളി പോയൊരവസ്ഥയായിരുന്നു. ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബൈനോമിയൽ ചെയ്യണോ കോംപ്ലക്സ് നമ്പേഴ്സ് ചെയ്യണോ എന്ന് എന്തില്ല അറിയില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും പോയി ചെയ്യുക എന്താണ്, ബൈനോമിയൽ തിയറമാണ് യൂസ് ചെയ്യുക. പക്ഷെ ബൈനോമിയൽ എന്ന് പറയുമ്പം കുറച്ചും കൂടെ ലെങ്തി ആവും. സ്റ്റെപ്സ് ഒക്കെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, സ്റ്റെപ്സും ആവശ്യമുണ്ട്. x plus iy മാറ്റുന്ന ഏറ്റവും എളുപ്പം ഏതാണ്, കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെയാണ്. പക്ഷെ ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മിസ് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇതിലേക്ക് വരുന്നതിന് മുന്നേ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് കാര്യമാണ്, ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, എന്നിരുന്നാലും പറയുവാണ്. a raised to m all raised to n എന്ന് പറയുമ്പം എയുടെ പവർ ആണ് m, വീണ്ടും പവർ n എടുക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എന്താണ്, a raised to m into n ആണ്. ഞാൻ a raised to m all raised to n എന്ന് എഴുതിയാലും a raised to m into n, ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ എഴുതിയാലും സെയിം മീനിങ് ആണ്. അവർ തമ്മിൽ യാതൊരു മാറ്റവും ഇല്ല. ഈ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇത് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആരും ബൈനോമിയൽ രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കോംപ്ലക്സ് നമ്പേഴ്സ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക, ഈ പവർ തമ്മിൽ മൾട്ടിപ്ലൈ എഴുതിയാൽ മതി, a raised to mn. അത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നു ചെറിയ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇതെന്തായാലും ഇവിടെ പഠിക്കുന്ന കാര്യമല്ല. എൻ്റെ മക്കളെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി, സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. അപ്പോൾ 1 - i all raised to 6 എനിക്ക് ചെയ്യാൻ അറിയില്ല. 6 എന്ന് പറയുമ്പം വലിയ പവർ ആണ്. a plus b all square എനിക്കറിയാം, a minus b all square എനിക്കറിയാം, a minus b all cube ഒക്കെ അറിയാം. പക്ഷെ raised to 6 എന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് അറിയുന്നത് എന്താണ്, ഈ ക്യൂബ് അറിയാം, സ്ക്വയർ അറിയാം. അപ്പോൾ ആ ഒരു ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതായത് ഞാൻ എന്ത് ചെയ്തു, ഈ 1 - i all raised to 6 എന്ന് പറയുന്ന സാധനത്തിന് പിടിച്ചിട്ട് ഒന്ന് മാറ്റി എഴുതുവാണ്. ശ്രദ്ധിക്കുക, 1 - i all square all raised to 3 എഴുതാം. എന്തേലും പ്രശ്നമുണ്ടോ? ഞാൻ ഈ 6 എഴുതിയാലും ഇവിടെ 2 കൊടുത്തിട്ട് വീണ്ടും പവർ 3 കൊടുത്താലും സെയിം മീനിങ് ആണ്. ബിക്കോസ് 2 into 3 ചെയ്ത് എനിക്ക് എന്താ കിട്ടുക, 6 തന്നെയാണ്. മിസ് പറഞ്ഞല്ലോ, a raised to m all raised to n എഴുതിയാലും a raised to m into n എഴുതിയാലും സെയിം മീനിങ് ആണ്. 2 into 3 6 ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ്സേ 1 - i all square into ആ ഒരു ക്യൂബിന് പകരം 1 - i all cube into സ്ക്വയർ കൊടുത്തുകൂടെ ചോദിക്കും. അതായത് ഇങ്ങനെ എഴുതുന്നതിന് പകരമായിട്ട് 1 - i all cube all square എഴുതി കൂടെ ചോദിക്കും. അങ്ങനെയും എഴുതാം. പക്ഷെ നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് 1 - i all square അല്ലേ. കമ്പാരിറ്റീവ്ലി ക്യൂബിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈസി. സ്ക്വയർ ആയതുകൊണ്ട് മിസ് എന്ത് ചെയ്തു, ഉള്ളിൽ ചെയ്യുമ്പം ആദ്യം സ്ക്വയർ ഇട്ടതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും അപ്രോച്ച് ചെയ്യാം. എത്രയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ സ്റ്റെപ്പ് മാത്രമാണ്. a raised to m all raised to n is equal to a raised to m into n ആണ്. നിങ്ങൾ ഈ 2 കൊടുത്ത് പിന്നെ ക്യൂബ് കൊടുത്താൽ 6 തന്നെയാണ് വരിക, മാറ്റം ഒന്നും ഉണ്ടാവില്ല. സോ നമുക്ക് ബ്രാക്കറ്റിനുള്ളിലുള്ള ഏറ്റവും ഉള്ളിലുള്ള ആൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യണം അല്ലേ. അതായത് മക്കൾ ചെയ്യേണ്ടത് 1 - i all square ആണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ആ ഫൈനൽ ആൻസറിന് ക്യൂബ് കൊടുത്താൽ മതി. അപ്പോൾ 1 - i all square എന്ന് പറയുമ്പം ടാസ്ക് ആണ്, നിങ്ങൾക്ക് ആർക്കും ടാസ്ക് ഉള്ള കാര്യമല്ല. അതായത് നിങ്ങൾ പഠിച്ചതാണ് a minus b all square ആണെങ്കിൽ മക്കളെ a square minus 2ab plus b square ആണ് ഫോർമുല. 9th പഠിച്ചൊരു ഫോർമുലയാണ് a minus b all square, a plus b all square ഒക്കെ. സോ a minus b all square പോലെയാണ് ആരുള്ളത്, 1 - i all square ഉള്ളത്. അവിടെ എക്ക് പകരം 1, ബിക്ക് പകരം എന്താണ്, i ആണ്. അപ്പോൾ 1 square minus 2 into a into bക്ക് പകരം 2 into 1 into i which is 2i plus b square പകരം
ബിന്റെ സ്ഥാനത്ത് ഐ ആ ഉള്ളത്. അപ്പൊ ഐ സ്ക്വയർ. 1 സ്ക്വയർ മിസ് 1 എന്ന് എഴുതി, -2i കൊടുത്തു. ആൻഡ് ടെൽ മീ ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താ? നിങ്ങൾ എല്ലാവരും കോംപ്ലക്സ് നമ്പേഴ്സ് ചാപ്റ്റർ ഒരു 1.5 മണിക്കൂർ മാക്സിമം 2 മണിക്കൂറോളം ചാപ്റ്റർ കേട്ടിരുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഐ സ്ക്വയറിന്റെ വാല്യൂ പറയേണ്ട ആവശ്യമില്ല. ഐയുടെ വാല്യൂ √1 ആണ്. ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണെന്ന് എല്ലാവർക്കും അറിയണം. അറിയുന്ന കാര്യമാണ്, അറിഞ്ഞിരിക്കണം. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫുൾ കോൺസെപ്റ്റ് ഉള്ള ഫുൾ ക്വസ്റ്റ്യൻസ് ഉള്ള ലൈവ് മക്കൾ നിർബന്ധമായിട്ടും കാണണം. അതിനുശേഷം മാത്രമാണ് ഈ ഒരു സീരീസ് എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ. കോൺസെപ്റ്റ് ഒക്കെ അവിടെയാണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെയാണ്. അപ്പൊ ഐ സ്ക്വയർ എന്താണ്? -1. സോ 1ഉം -1ഉം വന്നു കഴിഞ്ഞാൽ 1 - 1 0 ആണ്, കട്ട് ചെയ്ത് പോയി. അപ്പൊ എന്താ കിട്ടിയത്? -2i. അതായത് ഇതിന്റെ ഉള്ളിലുള്ള ഈ പോർഷൻ ആണ് മക്കളെ കിട്ടിയത്. ഇറ്റ് ഈസ് -2i. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പുറത്തൊരു ക്യൂബ് കാണുന്നില്ലേ? ഈ കിട്ടിയ ആൻസറിന് മക്കൾ എന്ത് ചെയ്യണം? ക്യൂബ് കൊടുക്കാൻ മറക്കരുത്. ബിക്കോസ് 1 - i ഹോൾ സ്ക്വയർ ഓൾ ക്യൂബ് അല്ലേ? 1 - i ഹോൾ സ്ക്വയർ എന്താണ്? -2i ആണ്. പിന്നെ ഇതൊരു ക്യൂബ് കൊടുക്കണം. ക്യൂബ് കൊടുക്കണം. ഈ -2iക്ക് ക്യൂബ് കൊടുക്കുക. അത് ഉള്ളിലുള്ള എല്ലാവർക്കും എന്താണ്? ക്യൂബ് ബാധകമാണ് അല്ലേ? -2ന്റെ ക്യൂബ് എന്ന് പറയുമ്പം -2 × -2 × -2 ആണ്. -2 × -2 4 ആണ്. 4 × -2 8 ആണ്. അപ്പം -8 എന്ന് വരും അല്ലേ? -3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലും പോസിറ്റീവ് ആവോ? 3 പ്രാവശ്യം അല്ലേ? ഓഡ് നമ്പർ അല്ലേ? അത് നെഗറ്റീവ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ 2 × 2 × 2 എന്ന് പറയുമ്പോൾ 8 ആണ്. ഐ ക്യൂബ് ഉണ്ടാവില്ലേ? എല്ലാവർക്കും ക്യൂബ് വേണ്ടേ? അപ്പൊ ഐ ക്യൂബും കൊടുക്കണം കേട്ടോ. അപ്പം -8 × ഐ ക്യൂബിന്റെ വാല്യൂ ഞാൻ ഒരുപാട് തവണ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മക്കൾ ലൈവിന്റെ ലിങ്ക് മിസ് കൊടുക്കുക, അവിടെ പോയി കണ്ടു നോക്കിയാൽ മതി. തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ലൈവ് ആയിരുന്നു. ഐ ക്യൂബ് എന്താണ് മക്കളെ? -i ആണ്. സോ -8 × -i എന്ന് കിട്ടി. മൈനസ് × മൈനസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് പോസിറ്റീവ്. അപ്പൊ 8 × i ആ കിട്ടുക. പക്ഷെ അവർ പ്രത്യേകം പറഞ്ഞ് x + iy ഫോമിൽ എഴുതാൻ വേണ്ടി പറയുന്നില്ലേ? അപ്പൊ 8i മാത്രം കിട്ടുന്നവർ അവിടെ നിൽക്കരുത്. നിങ്ങൾ പറയണം റിയൽ പാർട്ട് ഇല്ല, 8i മാത്രമേ ഉള്ളൂ. അപ്പൊ 0 + 8i ആണ് റിയൽ പാർട്ട്. ഇല്ലാത്തത് കൊണ്ട് റിയൽ പാർട്ട് 0 കൊടുക്കുക. 0 + 8i ആയിരിക്കും മക്കളെ റൈറ്റ് ആൻസർ വരിക. ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. കഴിഞ്ഞ നമ്മുടെ ബോർഡ് എക്സാമിന് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു 1 - i all raised 6 എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആരും ബൈനോമിയൽ തിയറം വഴി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കോംപ്ലക്സ് നമ്പേഴ്സ് ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ്. ആ മെത്തഡിന് നമുക്ക് ധാരാളമാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. മിസ് 3 സ്റ്റെപ്പ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഇതൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എനിക്കറിയാം. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം മിസ് 3 സ്റ്റെപ്പ് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റിയ ക്വസ്റ്റൻ ആണ്. ഇറ്റ് ഇസ് വെരി ഈസി. മറക്കരുത്. 0 + 8i ആണ് മക്കളെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 2024 എക്സാം ആണ്. അത്ര ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് 2024 അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ഈ ക്വസ്റ്റ്യന് സബ് പാർട്ടായിട്ട് വരുന്ന ബി പാർട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ദാറ്റ് റെപ്രസെന്റ് ദ കോംപ്ലക്സ് നമ്പർ 1 - i / 1 + i ഇൻ ദ അർഗൻ പ്ലെയിൻ. ആക്ച്വലി അർഗൻ പ്ലെയിനിലെ ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവാണ് കോംപ്ലക്സ് നമ്പേഴ്സിൽ ചോദിക്കാറ്. ഈവൻ NCERT പോലും കുറവ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് പോളാർ ഫോം ഒക്കെ എന്താണ് ഒഴിവാക്കിയ പോർഷൻസ് ആയതുകൊണ്ട് ആ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റൂല. അപ്പോൾ അവരെന്ത് പണിയെടുത്തു? ഈ കാര്യം ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തു. മക്കൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ 1 - i / 1 + i എന്ന് പറയുന്നത് ഒരു A + IB ഫോമിലേക്ക് മാറ്റുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അർഗൻ പ്ലെയിനിലേക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. 1 - i / 1 + i പറയുമ്പോൾ ഡിവിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പർ ആണ്. എന്താ ചെയ്യുക? താഴെ ആരാണോ ഉള്ളത് അവരുടെ കോൺജുഗേറ്റ് കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. കോൺജുഗേറ്റ് എന്ന് പറയുമ്പം ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റുക. 1 + iയുടെ കോൺജുഗേറ്റ് എന്താ? പ്ലസ് മാറ്റി മൈനസ് ആക്കിയാൽ പോരെ. അപ്പൊ 1 - i കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ആക്കിയാൽ മതി. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ ഒരു എഫേർട്ടിന്റെ ആവശ്യമില്ല. ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മേലെയും താഴെയും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ മേലെ 2 കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനായി, താഴെ 2 കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനായി. അറിയാലോ, 1 - i ഹോൾ സ്ക്വയർ ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 1 1 ആണ്. 1 × -i 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 × 1 -i. അതറിയില്ലേ മക്കൾക്ക് മൾട്ടിപ്ലിക്കേഷൻ? ആദ്യം 1നെ 2 ആൾക്കാരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ -iനെ 2 പേരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് കണ്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? കോംപ്ലക്സ് നമ്പേഴ്സിന് ലൈവ് പോയി കാണുക കേട്ടോ. -i × 1 എന്ന് പറയുമ്പം -i ആണ്. -i × -i എന്ന് പറയുമ്പം മൈനസ് പ്ലസ് ആവും. i × i സ്ക്വയർ ആവും. അടിയിൽ കാണുമ്പോൾ എന്താ രസമുണ്ട് അല്ലേ? 1 + i × 1 - i എന്ന് കാണുമ്പോൾ ആലോചിക്കുക. ഇറ്റ് ഈസ് സിമിലർ ടു A + b × A - b ആണ്.
പണ്ടെപ്പോഴോ പഠിച്ച ഇക്വേഷൻ ആണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എവിടെ കണ്ടാലും മക്കളെ ഇറ്റ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ എന്ന് പറയുമ്പം എക്ക് പകരം 1, ബിക്ക് പകരം ഐ, ദറ്റ് ഇസ് 1 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്ന് വന്നു. അപ്പം മേലെ 1 കൊടുത്തു, 2 മൈനസ് ഐ ഉണ്ട്, മൈനസ് ഐ പറയുമ്പം 2 മൈനസ് ഐ വിച്ച് ഇസ് മൈനസ് 2i. ഐ സ്ക്വയറിന്റെ വാല്യൂ മക്കൾക്ക് അറിയാം -1 ആണ്. അടിയിൽ 1 സ്ക്വയർ 1 വന്നു, മൈനസ് ഐ സ്ക്വയറിന്റെ വാല്യൂ അറിയാം, ഇറ്റ് ഇസ് -1. സോ 1 മൈനസ് -1, 1ഉം -1ഉം കട്ട് ചെയ്ത് പോയി, -2i മേലെ ഉണ്ട്. താഴെ 1 മൈനസ് -1 പറയുമ്പോൾ 2 മൈനസ് പ്ലസ് ആവും, 1 പ്ലസ് 1 2 ആവും. ഈ 2 കട്ട് ചെയ്ത് പോയിട്ട് -i നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. പക്ഷേ കിട്ടിയ ആൻസർ എപ്പോഴും എന്ത് ചെയ്യണം? കോംപ്ലക്സ് നമ്പേഴ്സ് സ്റ്റാൻഡേർഡ് ഫോം ആയിട്ടുള്ള a പ്ലസ് ഐബിലേക്ക് മാറ്റണം. ഐ പാർട്ട് മാത്രമേ ഉള്ളൂ, റിയൽ പാർട്ട് ഇല്ല. സോ ദ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? 0 മൈനസ് ഐ ആയിരിക്കും കിട്ടുക കേട്ടോ, 0 മൈനസ് ഐ. അപ്പോൾ അർഗൻ പ്ലെയിനിൽ കാണിക്കണം എന്ന് പറയുന്നില്ലേ, പ്രത്യേകിച്ച് അർഗൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും വരയ്ക്കുന്ന പോലെ ഒരു എക്സ് ആക്സിസും അതേപോലെ വൈ ആക്സിസും വരയ്ക്കുക. പക്ഷേ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അർഗൻ പ്ലെയിനിൽ എക്സ് ആക്സിന് വിളിക്കുന്ന പേര് റിയൽ ആക്സിസ് എന്നാണ്, വൈ ആക്സിസിന് വിളിക്കുന്ന പേര് ഇമാജിനറി ആക്സിസ് എന്നുമാണ്. അപ്പം നമുക്ക് ശ്രദ്ധിക്കുക, ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ കോംപ്ലക്സ് നമ്പർ 1 പ്ലസ് 2i ആണെങ്കിൽ ദ കോർഡിനേറ്റ്സ് വിൽ ബി 1,2 ആയിരിക്കും. 2 പ്ലസ് 3i ആണെങ്കിൽ 2,3 ആയിരിക്കും. 1 മൈനസ് 2i ആണെങ്കിൽ 1,-2 ആയിരിക്കും പോയിന്റ് വരിക. ചുമ്മാ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പോയിന്റ് കിട്ടും. ആ പോയിന്റ് ചുമ്മാ എന്ത് ചെയ്താൽ മതി? നമ്മുടെ അർഗൻ പ്ലെയിനിൽ നോർമലി XY പ്ലെയിനിൽ കാണിക്കുന്ന പോലെ വരച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ 1 -5i ആണെങ്കിലോ പോയിന്റ്സ് എന്താ കാണിക്കുക? -1 -5. അപ്പം ഈ ഒരു പോയിന്റ് ആയിരിക്കും ഈ കോംപ്ലക്സ് നമ്പേഴ്സിന് കാണിക്കുന്ന പോയിന്റ്. ചുമ്മാ ഒരു പോയിന്റ് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, കറസ്പോണ്ടിങ് കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കാണിക്കാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ഇതൊന്നും ആവശ്യമില്ല. ഇവിടെ കാണിക്കാൻ പറഞ്ഞത് മറ്റാരെയുമല്ല, 0 മൈനസ് ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആണ്. 0 മൈനസ് ഐയിൽ റിയൽ പാർട്ട് 0, അപ്പോൾ എക്സ് 0 ആണ്. ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയരുത് ഐ എന്ന് പറയരുത്, ഐയുടെ കൂടെ നിൽക്കുന്നത് ആരാണോ മക്കളെ അതിൽ ഇമാജിനറി പാർട്ട്. അപ്പം മൈനസ് അല്ല, ഇറ്റ് ഇസ് -1. മൈനസ് ഒറ്റയ്ക്ക് നിൽക്കില്ല, -1. ഇപ്പം 0,-1 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അർഗൻ പ്ലെയിനിൽ കാണിക്കേണ്ടത്. ഏതൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിലും റിയൽ പാർട്ട് ചുമ്മാ എഴുതുക, ഇമാജിനറി പാർട്ട് ചുമ്മാ എഴുതുക. അതാണ് എക്സും അതാണ് വൈയും വരിക. ആ പോയിന്റ് ചുമ്മാ എടുത്ത് XY പ്ലെയിനിൽ വരച്ചാൽ മതി. ഫൈനൽ ആൻസർ ആണ് അർഗൻ പ്ലെയിനിൽ കാണിച്ചു കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യേണ്ട. സോ ഇത് 0 എന്ന് പറയുന്ന പോയിന്റ്, ഇത് 1, ഇത് 2, ഇത് -1, ഇത് -2, ഇത് 1, ഇത് 2, ഇത് -1, ഇത് -2. അപ്പോൾ 0,-1 പറയുമ്പം എക്സിൽ 0 ആണ്, വൈയിൽ -1. ഈ കാണുന്ന മിസ് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ വലിയ പോയിന്റാണ് വരിക. ഓക്കെ, സോ നമുക്കിതിൽ ക്രോസ് മാർക്ക് ഇടാം, ഡോട്ട് ഇടാം. സോ 0-1 എന്ന് പറയുന്ന ഈ പോയിന്റ് ആയിരിക്കും എന്ത് കാണിക്കുന്നത്? 0 മൈനസ് ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ കാണിക്കുന്നത്. അർഗൻ പ്ലെയിനിൽ കാണിക്കാൻ പറഞ്ഞ മക്കൾ ആ പോയിന്റ് ചുമ്മാ എടുത്ത് മാർക്ക് ചെയ്താൽ മാത്രം മതി, ദയവ് ചെയ്ത് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് ഇനഫ്, 2 മാർക്കിന് ധാരാളമാണ്. ഓക്കെ, ഇപ്പോൾ 2024 ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം കാണിക്കാനാണ് ആക്ച്വലി ഉദ്ദേശിച്ചത്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് കാണിക്കാതെ പോകാൻ പറ്റില്ല. നമ്മുടെ NCERT ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ 1 മൈനസ് ഐ ഓൾ റേസ്ഡ് 4ന്റെ ക്വസ്റ്റ്യൻ. സ്റ്റിൽ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യുന്ന പോർഷനാണിത്. പക്ഷെ കഴിഞ്ഞ ബോർഡ് എക്സാമിന് കണ്ട ക്വസ്റ്റ്യൻ ഇല്ലേ 1 മൈനസ് ഐ ഓൾ റേസ്ഡ് 6 മക്കൾ കണ്ടല്ലോ. അപ്പം അതേപോലെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 മൈനസ് ഐ ഓൾ റേസ്ഡ് 4 മിസ് എന്ന് പറഞ്ഞതുമാണ്. ഭയങ്കര സിമ്പിൾ ആണ് മക്കളെ. അതായത് നിങ്ങൾ കഷ്ടപ്പെടുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ 1 മൈനസ് ഐ ഓൾ റേസ്ഡ് 4 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 രീതിക്ക് ചെയ്യാം. ഒന്ന് 1 മൈനസ് ഐ ഓൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഐ ഓൾ സ്ക്വയർ എന്ന് എഴുതാൽ മതി. അല്ലെങ്കിൽ 1 മൈനസ് ഐ ഓൾ സ്ക്വയർ ഓൾ റേസ്ഡ് 2 എന്നും എഴുതാം. ഇങ്ങനെയും എഴുതാം. ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. നേരത്തെ ആണെങ്കിൽ ഇതുപോലെ ചെയ്തു, ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവും എനിക്കില്ല, നിങ്ങൾക്കും ഇല്ല. സോ എന്താണ് മക്കളെ, 1 മൈനസ് ഐ ഓൾ സ്ക്വയർ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? 1 മൈനസ് ഐ, ഈ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. 2 + 2 4 ആണ്, അങ്ങനെ കിട്ടും. അപ്പോൾ സെയിം മീനിങ് ആണ്, മീനിങ് ഒന്നും മാറ്റിയിട്ടില്ല. ആൻഡ് 1 മൈനസ് ഐ ഓൾ സ്ക്വയർ നിങ്ങൾ ചെയ്തതാണ് തൊട്ട് മുന്നേ. അതായത് a മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുമ്പം a സ്ക്വയർ മൈനസ് 2ab + b സ്ക്വയർ ആണ്. ഏഴൊരു സ്ഥാനത്ത് 1 സ്ക്വയർ -2 × 1 × i 2i + i സ്ക്വയർ. ഓക്കെ, ഇതെന്താണ് 1 മൈനസ് ഐ ഓൾ സ്ക്വയർ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1 സ്ക്വയർ 1 -2i, ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1, -1ഉം 1ഉം കട്ട് ചെയ്ത് പോയി, -2i എന്ന് കിട്ടി. ഇതെന്താണ്? ഒരു 1 മൈനസ് ഐ സ്ക്വയറിൻ്റെ വാല്യൂ മാത്രമാണ് -2i.
രണ്ട് 1 മൈനസ് ഐ സ്ക്വയർ ഇല്ലേ, സെയിം ആൾ എന്ത് ചെയ്യുക, ഒന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -2 ഇൻറ്റു -2 എന്ന് പറയുമ്പം അത് 4 ആണ്. ഐ ഇൻറ്റു ഐ പറയുമ്പോൾ ഐ സ്ക്വയർ ആണ്. ആൻഡ് വി നോ ദാറ്റ് ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. 4 ഇൻറ്റു -1 ഈസ് ഈക്വൽ ടു -4 ആണ് മക്കളെ റൈറ്റ് ആൻസർ. എപ്പോഴും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്, A+ ഐ ബിൽ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ റിയൽ പാർട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്നെങ്കിൽ ഇമാജിനറി പാർട്ട് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. സോ ദ ആൻസർ ഈസ്, ദ ഫൈനൽ ആൻസർ ഈസ് -4 + 0 ഐ ആണ്. ഇത്ര മാത്രമാണ് മക്കളെ 1 മൈനസ് ഐ ഓൾറേസ് 4ൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കിടക്കാഴ്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കോംപ്ലക്സ് നമ്പേഴ്സ് ചാപ്റ്ററിൽ നിങ്ങൾ എന്തായാലും ഒരു ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നൊരു മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിത് പഠിച്ചേ പറ്റുള്ളൂ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ മക്കളാരും എന്ത് ചെയ്യരുത്, ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാക്കരുത്. ഇതുപോലുള്ള കിട്ടുക്കാച്ചി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ വീണ്ടും കാണാം. ബൈ.